ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് യൂസ്ഫുള്ളായ ടിപ്സുകളാണ് തരാൻ പോകുന്നത് കേട്ടോ. അതിനകത്ത് ടിപ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ പറ്റാവുന്ന ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓണത്തിന് എല്ലാവരും എന്തായാലും പട്ടുപാവാട യൂസ് ചെയ്യുന്നവരായിരിക്കും. കൂടുതൽ പേരും വീട്ടിലുള്ള കുട്ടികൾ ഒരുപാട് പേര് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെയും കൂടുതൽ പട്ടുപാവാടയായിരിക്കും കൂടുതൽ ഓണത്തിൻ്റെ സമയങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് തയ്ക്കാൻ തരാം. അപ്പോൾ ആ ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഇറക്കം കൂടുതലുള്ളൊരു പട്ടുപാവാട തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. റെഡിമെയ്ഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. അത് സ്റ്റിച്ച് ചെയ്ത് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്, അപ്പോൾ അതൊന്ന് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ടിപ്സുകളും പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഈ ഒരു പട്ടുപാവാടയ്ക്ക് സാധാരണയായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ള ടിപ്സ് ആദ്യം പറഞ്ഞു തരാം. പിന്നെ നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്യില്ലേ, പട്ടുപാവാട പട്ട വയ്ക്കില്ലേ, അരപ്പട്ട വയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ടിപ്പുകൾ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ലൈക്കും കൂടി അടിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് വേണ്ട അളവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബോഡി ഫിറ്റ് നിന്ന് അരവണ്ണം എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് ടൈറ്റിൽ തന്നെ അളവ് എടുത്തിട്ട് 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ലൂസ് കൊടുത്തിരിക്കുന്നത്. വളരെ ടൈറ്റിലല്ല നമ്മൾ എടുക്കുന്നത്. അത് ബോഡി മെഷർമെൻറ്റിന് അളവെടുക്കുന്ന രീതി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബ്ലൗസ് മെഷർമെൻറ്റ്സിൽ. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കേട്ടോ. കൃത്യമായിട്ട് മെഷർമെൻറ്റ് എടുത്ത പ്രകാരം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇതിന് അരപ്പട്ട വെക്കാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ എടുക്കുന്നത്. ഇതിൻ്റെ താഴെ ഭാഗം മാത്രം എടുക്കുന്നത്. മുകൾ ഭാഗത്തെ പട്ട നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയാണ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് എടുക്കേണ്ടുന്ന മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളമാണ് അരവണ്ണം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടാനായിട്ട് വേണ്ടുന്നത് പണ്ട് കാലത്ത് എടുത്തിരുന്നത് 4 ഇരട്ടിയായിരുന്നു കേട്ടോ. 4 ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടുന്ന തുണിയുടെ അളവ്. എത്രയാണോ അരവണ്ണം അതിൻ്റെ 4 ഇരട്ടി. നമുക്ക് ഈ ഒരു ക്ലോത്തിൽ 27 ഇഞ്ചാണ് വന്നിട്ടുള്ളത് അരവണ്ണത്തിന്. അപ്പോൾ 27 ഇൻറ്റു 4 കേട്ടോ. അപ്പോൾ നമ്മളൊരു ടേപ്പ് വെച്ച് 27 വെച്ചിട്ട് ഒരു 4 പ്രാവശ്യം 27 ഇഞ്ച് എടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അത്രയധികം നല്ലോണം ഉള്ളിലേക്ക് കടത്തിയിട്ട് പ്ലീറ്റ്സ് ഇടുന്നില്ല. ഒരു നോർമൽ ലെവലിലാണെങ്കിൽ ആ ഒരു പ്ലീറ്റ്സിൻ്റെ കറക്റ്റ് അതേ രീതിക്ക് തന്നെ ഉള്ളിലോട്ട് എടുക്കുന്നുള്ളൂ. അതിൻ്റെ ആദ്യത്തെ പ്ലീറ്റ്സിൻ്റെ കൂടെയും കുറച്ച് കാൽഭാഗം വെച്ചിട്ടൊക്കെയാണ് പണ്ട് കാലത്തെ ആളുകൾ പ്ലീറ്റ്സ് ഇട്ടിരുന്നത്. നമ്മൾ അത്രത്തോളം നമ്മൾ ഇടുന്നില്ല. ഒരു പ്ലീറ്റ്സ് എത്രത്തോളം അതിൻ്റെ ഇരട്ടി ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3.5 ഇരട്ടി അല്ലെങ്കിൽ 3.25 ഇരട്ടി, അതായത് ഇപ്പോൾ 27ൻ്റെ 3 ഇരട്ടി പ്ലസ് ഒരു കുറച്ചും കൂടി 4 ഇരട്ടി നമുക്ക് വരുന്നില്ല, 3.5 വരെ വരുന്നുള്ളൂ. കുറച്ച് ബാലൻസ് നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പാണ് നമുക്ക് പറഞ്ഞു തരാനുള്ളത്. പ്രധാനമായിട്ട് നമുക്കിപ്പോൾ അത്രത്തോളമാണ് നമുക്ക് ആവശ്യം വരിക. നമ്മളിടുന്ന രീതിക്ക് അനുസരിച്ചുള്ള പ്ലീറ്റ്സിന്, പണ്ട് കാലത്ത് ഇടുന്ന പ്ലീറ്റ്സിന് ഉള്ളിലോട്ട് കുറച്ചും കൂടിയും കടത്തിയിടും. ആദ്യം നമ്മൾ തയ്ച്ച പ്ലീറ്റ്സിൻ്റെ കുറച്ചും കൂടി ഉള്ളിലോട്ട് കടന്നു വരുന്ന രീതിയിലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിലേക്ക് മുകളിലേക്ക് നമ്മൾ ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു ഇഞ്ച് 1.25 ഇഞ്ചിൻ്റെ പട്ട 1.5 ഇഞ്ചിൻ്റെ ഒരു പട്ടയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ 1.25 ഇഞ്ചിൻ്റെ പട്ട വയ്ക്കുന്നതാണ് ഭംഗിയുള്ളത്. നമ്മളിതൊരു 1.25 ഇഞ്ചിൻ്റെ പട്ട തന്നെയാണ് നമ്മളിതിനകത്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിത് ഇതുപോലെയാണ് ഇപ്പോൾ അളവ് എടുക്കുന്നത് കണ്ടോ. 27 ഇഞ്ചാണ്. ഇത് 2 ആയിട്ടാണ് തയ്ച്ച ഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ 2 ആയിട്ടാണ് വന്നത്. ഇതുപോലെ 4 ഇരട്ടിയാണ് തുണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരവണ്ണം നമുക്ക് കുറയും. അത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗം തടം കൂടുതലുണ്ട്. മുകൾ ഭാഗത്താണല്ലോ അരവണ്ണത്തിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇനി തുണിയുടെ അളവ് കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഇത് 4 ഇരട്ടി ഉണ്ട് കറക്റ്റ്. നമുക്ക് 3.5 ഇരട്ടിക്കും സ്വല്പം കൂടുതലാണ് വേണ്ടി വരില്ല. 4 ഇരട്ടി തികച്ചും വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തയ്ച്ച് വരുമ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്യാം. പിന്നെ ശേഷം ലാസ്റ്റ് പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ കറക്റ്റ് ലാസ്റ്റ് പ്ലീറ്റ്സ് 2-3 പ്ലീറ്റ്സ് പിടിക്കാറാകുമ്പോൾ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അരവണ്ണം കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ലാസ്റ്റത്തെ പ്ലീറ്റ്സിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയിൽ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് പട്ടുപാവാട നല്ലോണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ നമ്മളിത് തയ്ച്ചൊരു ഡ്രസ്സ് തന്നെ ഓൾട്രേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ചുളിച്ചലൊക്കെ ഉള്ളത്. അത് അയൺ ചെയ്തിട്ട് എടുക്കണമെന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് അയൺ ചെയ്യുന്നില്ല.
നമ്മൾ പുതിയ മെറ്റീരിയലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പ്ലീറ്റ്സുകൾ നമ്മൾ എടുക്കാവുന്ന ഉദ്ദേശിക്കുന്ന അളവിൽ പ്ലീറ്റ്സ് പിടിക്കുക, ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്ന ശേഷം നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പ്ലീറ്റ്സൊക്കെ കിട്ടും. നമുക്ക് തയ്ച്ച് കഴിഞ്ഞ ശേഷമാകുമ്പോൾ മുകൾ ഭാഗം ബാക്ക് പാർട്ടും വരുന്നില്ലേ, അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് തേച്ചെടുക്കാനായിട്ട് ഭയങ്കര കംഫർട്ടബിലിറ്റി കുറവാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു ഫ്രണ്ട് സൈഡത്തെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിലത്തെ വരുന്ന പ്ലീറ്റ്സിൻ്റെ ഭാഗം പല ഭാഗം ചുളുങ്ങി അവിടെ ഇവിടെയൊക്കെ ചുളുങ്ങി വൃത്തികെട്ട പോലെ ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ തയ്ക്കണേക്കാട്ടിലും മുന്നേ ആണ് ഫോൾഡിങ് പിടിച്ച ശേഷം അങ്ങനെ തന്നെ അയൺ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയ്ക്ക് വീതിയിലാണ് കേട്ടോ നമ്മൾ ഇതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കിയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാര്യം നമുക്ക് ആവശ്യമുള്ള അരവണ്ണം കഴിഞ്ഞ് ബാലൻസ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആ ഭാഗം ഒന്നുകൂടി നമുക്ക് തയ്ക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് അനുസരിച്ചാണ് അത് ഫുള്ളായിട്ട് അങ്ങനെ ഉള്ളോട്ട് കടത്തി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് 3.5 ഇരട്ടിക്ക് മുകളിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ആവശ്യം വരും കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് സ്വല്പം ഭാഗം കളയാനുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ലാസ്റ്റത്തെ പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അരവണ്ണാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഹുക്ക് വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പട്ടുപാവാട തയ്ക്കുന്നത്. കറക്റ്റ് അരവണ്ണത്തിൽ കറക്റ്റ് ഒരു 4 ഹുക്കിൻ്റെ ഹോൾ ഇടുന്ന രീതിയിൽ തുണി കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന രീതി, അങ്ങനെയാണ് നമ്മളിത് ഹോൾ വെക്കുന്നത്. അല്ലാതെ നമ്മളിത് മുന്നത്തെ ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യണേക്കാളും മുമ്പ് നമുക്കൊരു വള്ളിയായിരുന്നു അല്ലേ, വള്ളിയാകുമ്പോൾ ഫുള്ള് ഒരു പ്രാവശ്യം കൂടി ചുറ്റി കെട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ വള്ളിയാകുമ്പോൾ പിന്നെ മാത്രമല്ല നമുക്ക് ആവശ്യത്തിലും കൂടുതൽ അരവണ്ണം എടുക്കുകയും ചെയ്യും. വള്ളിയാകുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അധികം അരവണ്ണത്തിൻ്റെ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. വള്ളി വയ്ക്കുന്ന ആളുകളാണെങ്കിൽ അധികം മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരവണ്ണത്തിൻ്റെ അളവ് കൂടുതലും ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല നമ്മുടെ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ബൾക്കായിട്ട് തുണി ഇങ്ങനെ കിടക്കുന്ന ഒരു വൃത്തികെട്ട രീതിയായിട്ട് മാറും. അതൊരു ഷേപ്പ് കിട്ടാതെ ഒരു ഭംഗി പോകുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിലാണ് നമ്മളിത് എടുക്കുന്നത്. ബോഡി മെഷർമെൻറ്റ് എന്നുള്ള അളവ് എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് കേട്ട ആളുകൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബോഡി മെഷർമെൻറ്റ് അളവ് എടുക്കുന്നത്, തയ്യൽ തുമ്പ് എങ്ങനെയാണ് എത്ര ആഡ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അരവണ്ണത്തിൻ്റെ മെഷർമെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനേക്കാളും വിട്ടിട്ട് അപ്പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് അത്രത്തോളം ഒരു 3/4 ഇഞ്ച് അര ഇഞ്ചുള്ള ആ ഒരു ലെവലിൽ നമ്മളൊരു ബാലൻസ് നിർത്തിയിട്ട് ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്തിനാ അത്രത്തോളം ബാലൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാനുണ്ടായിരിക്കും. 2 സൈഡ് ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു വീതിയാണ് കണക്കാക്കി വെച്ചേക്കണത്. അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ സെയിം വീതി തന്നെ കിട്ടും താഴെ ഭാഗത്തേക്കും മുകൾ ഭാഗത്തേക്കും. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ഭാഗം കറക്റ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ലാസ്റ്റത്തെ പ്ലീറ്റ്സ് കറക്റ്റ് ആ 27 ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ വേണ്ടി ചെയ്യണം. അപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ പ്ലീറ്റ്സ് മാത്രം അഴിക്കുക. എന്നിട്ട് താഴെ ഭാഗം നമ്മൾ ഒന്ന് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ 4 ഇഞ്ച് മടക്കി ഉള്ളിലോട്ട് മടക്കി അടിക്കുക. കാരണം തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാത്ത രീതിയിൽ അങ്ങനെ വെച്ച് കറക്റ്റ് 27 ഇഞ്ചിൽ കിട്ടുന്ന രീതിയിൽ അരവണ്ണം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ കറക്റ്റ് പോയിന്റിലേക്ക് വരുന്ന രീതിയിലാക്കുക. എന്നിട്ട് 2 സൈഡും നല്ല വശം വരുന്ന രീതിയിൽ തയ്ക്കുക. പിന്നെ പട്ടുപാവാട ആയതുകൊണ്ട് ഇങ്ങനെ ഇഴവലിഞ്ഞ് പോകുന്നത് കൊണ്ട് നമ്മളിത് ഫുള്ളും 2ആയിട്ട് മടക്കിയിട്ട് തയ്ക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ തയ്ച്ച് പോകണമെങ്കിൽ പിന്നെ ഓവർലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളത് 2 പ്രാവശ്യം ഒന്ന് മടക്കി അടിക്കുക. 4 ഇഞ്ച് വീതം വെറുതെ മടക്കി അടിക്കുന്ന പോലെ ഉള്ളിൽ ഞാൻ മടക്കി അടിക്കണേ. അപ്പോഴാകുമ്പോൾ കുറേയും കൂടി നമുക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടും. ഇനി നമുക്ക് പട്ടുപാവാട ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കാനുണ്ട്. അതൊരു ചെറിയൊരു അളവിൽ കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. ഒരു ചെറിയൊരു അളവിൽ കൊടുത്താൽ മതി. ഒരു കാഴ്ചയ്ക്ക് ഭയങ്കര ബോറെന്ന രീതിയിൽ താഴത്തേക്ക് ഇറക്കരുത്. ഒരു മീഡിയം ലെവലിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. രാഗ് വളരെ കുറച്ച് അളവിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കണക്ക് നോക്കാറില്ല, പക്ഷേ ആ ഒരു ബോറ് തോന്നാത്ത രീതിയിലുള്ള ഒരു അളവിലാണ് നമ്മളത് അവിടെ എടുക്കാറ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ശേഷം പട്ട പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് പട്ട പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് 4 ഇഞ്ച് ഒരു പോയിൻ്റാണ് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. ആ 4 ഇഞ്ച് ഒരു പോയിൻ്റ് ഔട്ടറിലോട്ട് കടത്തിയിടുന്ന രീതിയിലാണ് വെച്ചിട്ടാണ് തയ്ച്ച് വരുന്നത്. ഇനി അടുത്ത പ്രധാന ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പട്ട വയ്ക്കുമ്പോൾ 2 സൈഡ് ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യുന്നത് ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് കുറച്ച് ഒരു പ്രധാന കാര്യം തന്നെയാണ്. ബട്ട് എല്ലാവർക്കും അത് അത്ര വേഗം ചെയ്യാൻ പറ്റില്ല. പലരും ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാണ്ട് തയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും കുറച്ച് ശ്രദ്ധിച്ച്
ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഭാഗം മനസ്സിലാവുള്ളൂ കേട്ടോ. ആ ഭാഗം എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കണേന്ന്, ആ ഭാഗം ചെയ്തെടുക്കുന്ന രീതി ഒന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഇതാ നമ്മൾ തയ്ച്ചെടുത്ത ശേഷം നമ്മൾ കാലും ചുരി പോയിന്റ് പുറത്തേക്ക് ഔട്ടറിലേക്ക് നിർത്തിയിട്ടില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല വശം വരുന്ന രീതിയിൽ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വശം കുറച്ച് ഉള്ളിലോട്ട് വെച്ചു. നല്ല വശം എന്നിട്ട് അതിനകത്ത് ഇപ്പോൾ അടിഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നല്ല വശം വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഭാഗവും നല്ല വശമാണ്. അപ്പോൾ എന്നിട്ടിപ്പോൾ നമ്മൾ മടക്കിയത് എങ്ങനെയാണ് നല്ല വശം വരുന്ന രീതിയിലാണ് മടക്കിയത്. അത് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാവടയുടെ താഴെ ഭാഗത്തോട്ടാക്കിയിട്ടാണ് എടുത്തത്. അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. കൂടുതൽ ആളുകളും മുകളിലൂടെ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു കാര്യം. പല ആളുകളും ചെയ്തിട്ട് ശരിയാവാത്തൊരു കാര്യം. വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളൂ. നമ്മളിപ്പോൾ പാവട ലെങ്ത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുന്നില്ലേ, ആ രീതിയിലാണ് നമ്മൾ തുണി എടുക്കേണ്ടത്. നല്ല വശം വരുന്ന രീതിയിൽ. ഒരൊറ്റ കാര്യം മാത്രമേ പ്രധാനമുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഭാഗം പിടിക്കുമ്പോൾ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പാവാട പ്ലീറ്റ്സ് പിടിച്ച ഭാഗം കുറച്ചൊന്ന് ഉള്ളിലോട്ട് നമ്മളൊന്ന് തിരിച്ച് വെക്കുന്നു. അങ്ങനെ പിടിക്കാൻ കിട്ടാത്തവർ മാത്രം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഉള്ളിലോട്ട് ഒന്ന് തിരിച്ചെടുക്കണം. അങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്കിത് ശരിക്കും തയ്ക്കാൻ പറ്റും. സൈഡ് ഭാഗം കാലും ചുരി പോയിന്റ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ ഒരു എഡ്ജസ് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ പട്ട പിടിപ്പിക്കാം. ഇത് ഔട്ട് സൈഡേഴ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റ് ആ ഒരു പ്ലീറ്റ്സിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ വരണം. അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാനുള്ള വർക്ക് കിട്ടുന്നത് അളവ് കുറയും. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പട്ടുപാവാടയൊക്കെ തയ്ച്ചു കൊടുത്താലാണ് കൂടുതൽ ആളുകൾ നമുക്ക് തയ്ക്കാൻ തരുള്ളൂ. അപ്പോൾ ഒരാൾക്ക് തയ്ച്ചു കൊടുത്തത് നമ്മൾ കാണുമ്പോൾ അത് ഇഷ്ടപ്പെടുമ്പോഴാണ് പിന്നെയും അവരുടെ വർക്കിന് നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പട്ട വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ നല്ല വൃത്തിയാണ് കണ്ടോ. രണ്ട് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഔട്ട് സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പട്ട വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.